ജോൺ, ഫ്രെഡി എപ്പോഴാ എന്നെ കാണാൻ വരുന്നേ? പറ ജോൺ, ഫ്രെഡി എപ്പോഴാ എന്നെ കാണാൻ വരുന്നേ? പറയടോ, എപ്പോഴാ എന്റെ ഫ്രെഡി എന്നെ കാണാൻ വരുന്നേ? ഒരു ദിവസം കൂടി സമയം തരണം, ഞാൻ പറയാം. മറിയ, മറ്റന്നാളെ മോന്റെ ബ്ലഡ് ടെസ്റ്റിന് റിസൾട്ട് വരും. അതുവരെ ആരും പുറത്തേക്ക് ഇറങ്ങരുത്. ഹസ്ബൻഡ് എവിടെയാ? ബാത്റൂമിലുണ്ട്. ചേട്ടാ, ഇതല്ലേ മാർക്കറ്റിന്റെ വീട്? ആ, മാർക്കറ്റ് ഡോക്ടറുടെ വീട് തന്നെയാ. ആ, ചെല്ലാം. ഡോക്ടർ എന്തു പറ്റി ആളൊക്കെ? ഡോക്ടർ മാർഗരറ്റിനെ ജില്ലാ മെഡിക്കൽ ഓഫീസറായിട്ട് പ്രൊമോഷൻ കിട്ടി. അതിൻ്റെ ഒരു പാർട്ടി നടക്കുകയാണ്. The man with strong shoulders. ഫ്രെഡി. Dr. Rajiv, please come. അറിയില്ല, മനസ്സമ്മതത്തിന് 2 ദിവസം മുന്നേ എവിടേക്കോ പോയി. പിന്നെ കണ്ടിട്ടേ ഇല്ല. ഞാൻ വിളിച്ചിട്ടുമില്ല. അല്ല, എന്തപ്പോ ഫ്രെഡിയെ കുറിച്ച് അന്വേഷിക്കാൻ? ഇല്ല, ഒന്നുമില്ല. ആന്റി, പേപ്പർ വിളിക്കുന്നു. അതെ, എന്നെ ഇനി ബുദ്ധിമുട്ടിക്കരുത്. എനിക്ക് അയാളെക്കുറിച്ച് ഇതിൽ കൂടുതൽ ഒന്നും അറിയില്ല. ശരി. എന്താ, നീ വീട്ടിലേക്ക് വരുന്നോ? താങ്ക്സ് എല്ലാത്തിനും. സാറേ, സാർ രാവിലെ ഉണ്ടായിരുന്നില്ലല്ലേ? സാറിനെ അന്വേഷിച്ച് ഒരു കപ്പ്യാരെ വിളിച്ചിരുന്നു. ഹോമിൽ പോയൊരു അച്ഛൻ തിരിച്ചു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അഡ്രസ്സ് ഞാൻ ആ ടേബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ സാറേ, പുതിയ ഫീച്ചർ വല്ലതും ആണോ?
അച്ചോ ഇന്നത്തെ പാട്ട് തുടങ്ങി. ആറേഴ് മാസം മുമ്പാണ് അച്ഛന് ക്യാൻസർ ഡിറ്റക്ട് ചെയ്യുന്നത്. ബ്ലഡ് ക്യാൻസറാ. ഇപ്പം ഏകദേശം ഒരു ഫൈനൽ സ്റ്റേജിൽ നിൽക്കുക. ഇതറിഞ്ഞപ്പോൾ തന്നെ അച്ഛൻ റോമിൽ നിന്ന് തിരിച്ചു പോകും. ഒരു വല്ലാത്ത പ്രകൃതക്കാരനാണ്. നിൽക്കുന്ന നിൽപ്പിന് ആളെ കാണാൻ കിട്ടത്തില്ല. ഒരു വട്ടു പ്രകൃതം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇതുമുണ്ട്. അത്ര അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം സഹായിക്കണം. ഉപദേശമാണ് ഉദ്ദേശമെങ്കിൽ ആ കബോർഡിൻ്റെ മേലെ ഒരു നോട്ട്ബുക്ക് ഇരിപ്പുണ്ട്. എഴുതി വെച്ചിട്ട് പോയിക്കാം. സോ അപ്പം അതിനല്ല. Then what brings you here, man? ഞാൻ തുരുത്തി കടവിന്ന്. അതിന് എനിക്കൊന്ന് സംസാരിക്കണം. എനിക്ക് ആരോടും ഒന്നും സംസാരിക്കാനില്ല കുഞ്ഞെ. ഫാദർ പ്ലീസ്. 70കളിൽ അവിടെ കോളറ പടർന്നു പിടിച്ചു. ഒരുപാട് പേര് മരണപ്പെട്ടില്ലേ അന്നവിടെ? എത്രയോ മഹാമാരി വന്നുപോയി, എത്രയോ പേർ മരിച്ചു. അവരെ അടക്കിയെടുത്താണ് ഞാനിപ്പോൾ താമസിക്കുന്നത്. ആഹാ, ശവക്കൂനകൾ നികത്തി കെട്ടിടങ്ങൾ വെക്കുന്ന സമയം. അച്ചോ, എൻ്റെ മകൾ എൻ്റെ കൺമുന്നിൽ നരകിച്ച് ചാവുക. എൻ്റെ മകൻ്റെ ദിവസങ്ങളായി പനി പിടിച്ചിട്ട്. ഞങ്ങൾ ചത്തോന്ന് അന്വേഷിക്കാൻ പോലും ആരും തിരിഞ്ഞു നോക്കുന്നില്ല. മുട്ടാത്ത വാതിലുകളൊന്നും ഇനിയില്ല ബാക്കി. എല്ലാം ഈ നശിച്ച കത്തുകൾ വന്നതിന് ശേഷം എൻ്റെ അഹങ്കാരത്തിന് കിട്ടിയ ശിക്ഷയെന്ന് എനിക്കറിയാം, സമ്മതിക്കുന്നു. പക്ഷെ അതിന് ഞാൻ മാത്രം അനുഭവിച്ചാൽ Anna Rose George. I knew it. I knew it. എനിക്കറിയാമായിരുന്നു. ഞാൻ എല്ലാവരോടും പറഞ്ഞതാണ്. ഒരാള് പോലും എൻ്റെ കൂടെ നിന്നില്ല. ഒടുവില് she came back. അവള് തിരിച്ചു വരേണ്ടി വന്നു. അന്ന, അവളെ നിനക്ക് അറിയില്ലല്ലോ. She was an angel. Nothing short of an angel. And Freddie, the classic Shakespearean tragic hero.